ഈ ഡ്രസ്സേ എടുത്തു കഴിഞ്ഞാൽ തയ്ക്കാനും കൂടി കൊടുക്കണമല്ലോ. അപ്പം ഇതാ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയതാട്ടോ തയ്ക്കാൻ കൊടുക്കാൻ വേണ്ടി. സാൻവി മനും കുഞ്ഞാവയൊക്കെ സ്കൂളിൽ പോയ ഒരു ടൈം നോക്കിയിട്ടാണ് ഇറങ്ങിയത്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പോകുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്കൂളിൽ പോകാൻ കൂട്ടാക്കൂല. അതുകൊണ്ട് ഞങ്ങൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അവർ പോയി കഴിഞ്ഞാൽ വേഗം മാറ്റി ഇറങ്ങി. ആദ്യം പോയത് തറവാട്ടിലേക്കാണ് കേട്ടോ. അവിടെ അപ്പുട്ടൻ്റെ പ്രായമുള്ള 2 മക്കളും കൂടി ഉണ്ട്. കാരണം അപ്പുട്ടനും അവരും കൂടി കളിക്കുന്ന കേട്ടോ. പപ്പ വേറെ ഒരു മക്കളെ എടുക്കുന്നത് അവന് തീരെ ഇഷ്ടമല്ല. ഓൻ്റെ അപ്പാപ്പ മാത്രമാണ് അതെന്നുള്ള അങ്ങനെ ഒരു ചിന്ത കേട്ടോ അവന്. അപ്പോൾ അതിനുള്ള അസൂയാണ് ഇപ്പം കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ അവിടുന്ന് എല്ലാവരോടും ബർത്ത്ഡേൻ്റെ കാര്യങ്ങളും സമയവും ഒക്കെ പറഞ്ഞതിന് ശേഷം നേരെ പോയത് ശ്രീജേച്ചിൻ്റെ അടുത്തേക്കാട്ടോ. ശ്രീജേച്ചിയാണ് ഞങ്ങളുടെ ഡ്രസ്സുകളൊക്കെ തയ്ക്കാറ്. അടിപൊളിയായിട്ട് അടിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ ബർത്ത്ഡേൻ്റെ അന്ന് പോസ്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ അവിടെ നല്ല അടിപൊളി ചിക്കൻ കറിയും ചോറും പച്ചക്കറി ഉപ്പേരിയും ഒക്കെ ശ്രീജേച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേനി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങാൻ നേരപ്പോൾ നല്ല അടിപൊളി പേരാച്ചി മഴ ഒക്കെ പറയില്ലേ, അങ്ങനത്തെ മഴ. അങ്ങനെ ഒരുവിധം പപ്പ പോയി കാറൊക്കെ എടുത്ത് വന്ന് ഞങ്ങൾ നേരെ മക്കൾ വരുന്നതിന് മുന്നേ തെളിവുകളൊന്നും അവശേഷിക്കാതെ വേഗം വീട്ടിലെത്തണം.